ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ അന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും സുഖമായിരിക്കുന്നു? എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയാട്ടോ. പിന്നെ പുറത്തിറങ്ങി അല്ലാത്ത നമ്മളെ വിശേഷങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ മഴ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. 2 ദിവസം നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പൊ ആ വെയിലുള്ള ദിവസം എനിക്ക് അല്ലാത്ത ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞില്ല കുറെ വിറക് ഉണ്ടെന്നുള്ളത്. അപ്പൊ കുറെ വിറക് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പുറകെ പോയിട്ടോ. അപ്പൊ കുറച്ച് വിറക് ഉണ്ടാക്കിയിടാമെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനത്തെ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാല് നമ്മുടെ തുടക്കക്കാർക്കൊക്കെ ഒരു ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. അപ്പൊ എന്തായാലും ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊന്നും കമന്റ് ബോക്സിൽ അറിയിക്കാതിരിക്കാനൊന്നും മറക്കരുത്. പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 2-3 ദിവസം മുമ്പായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇൻക്യുബേറ്ററിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ കോൺടാക്ട് നമ്പറും സ്ഥലവും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ച് ഇന്ന് ചെറിയൊരു വീഡിയോ ചെയ്യാലോ എന്ന് വിചാരിച്ച്. അപ്പൊ നമ്മള് ഇൻക്യുബേറ്ററിൽ കയ്യിൽ കിട്ടിയാല് പിന്നെ ഒരു രക്ഷയില്ല. നമുക്ക് പിന്നെ കോഴിമുട്ടയൊക്കെ വെക്കുന്ന പരിപാടിയായിരിക്കും. അപ്പൊ എന്തായാലും നമ്മള് ഇൻക്യുബേറ്ററിൽ നമ്മളെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമ്മൾ ഇതാക്കുന്ന കോഴിമുട്ട എങ്ങനെയാ വെക്കുന്നതെന്നൊരു ചെറിയ സംശയം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ തുടക്കക്കാർക്ക് കിട്ടും. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഇൻക്യുബേറ്ററൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കുറച്ച് സംശയം കാര്യങ്ങളൊക്കെ ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മള് ഇൻക്യുബേറ്ററിൽ എങ്ങനെ കോഴിമുട്ട വെക്കാന്ന് ഉള്ള ഒരു വീഡിയോ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ എന്തായാലും നമ്മൾ ഇൻക്യുബേറ്റർ ഒക്കെ വാങ്ങിക്കഴിയുമ്പോൾ 100 സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഇത് ആരോടെങ്കിലും ചോദിക്കുക എങ്ങനെയാന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം ഇൻക്യുബേറ്റർ വാങ്ങിയ സമയത്ത് കോഴിമുട്ടയൊക്കെ വെക്കുന്ന സമയത്ത് 100 സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോ വലിയ കുഴപ്പമില്ല. നമുക്ക് അതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ നമ്മള് കോഴിമുട്ട തിരഞ്ഞെടുക്കുമ്പോൾ നല്ല വൃത്തിയുള്ള കോഴിമുട്ട എടുക്കണം. ഇൻക്യുബേറ്ററിൽ വെക്കുമ്പോൾ അത് കോഴിമുട്ട നന്നായിട്ട് തുടച്ചിട്ട് വേണം നമ്മൾ ഇൻക്യുബേറ്ററിൽ കോഴിമുട്ട വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതെല്ലാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള നോക്കി കോഴിമുട്ട വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ കോഴിമുട്ടയൊന്നും എടുക്കരുത് കേട്ടോ. അപ്പൊ ഇതേപോലെ ഒരു നനഞ്ഞൊരു തുണിയൊന്ന് എടുത്തിട്ട് ഇതേപോലെ കോഴിമുട്ടയുടെ പുറംഭാഗം ഒന്ന് നല്ല വൃത്തിക്ക് തുടച്ചെടുക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കോഴിമുട്ട വേണം ഈ ഇൻക്യുബേറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കോഴിമുട്ട തന്നെ നോക്കി എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കോഴിമുട്ട ഇൻക്യുബേറ്ററിൽ വെക്കുമ്പോൾ ഒരു പൊസിഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 ഭാഗം നീളം കൂടിയ മുട്ട വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് നീളമുള്ള മുട്ട വെക്കരുത്. 2 ഭാഗം ഒരേ ഷേപ്പ് വരുന്ന കോഴിമുട്ട വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്യുബേറ്ററിൽ കോഴിമുട്ട വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് വിരിയും. അല്ലെങ്കിൽ ഒരു 30 എണ്ണം വെക്കുകയാണെങ്കിൽ 27 എണ്ണെങ്കിലും ഓൾമോസ്റ്റ് വിരിയുന്നതാണ് കേട്ടോ. നമ്മളവിടെ അങ്ങനെയൊക്കെ വിരിയാറുണ്ട്. പിന്നെ അതിൽ തന്നെ ഒരു ചെറിയൊരു ട്രേ ഉണ്ടാവും വെള്ളം പാരാനുള്ള. അതിൽ ഒരു 3/4 വെള്ളം ഒഴിച്ചു കൊടുക്കുക. 3/4 വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴെപ്പോഴും ഇൻക്യുബേറ്റർ തുറക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ഈ ഒരു കോഴിമുട്ട നമ്മൾ ഈ ഒരു നീളത്തിനാട്ടോ വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ട്രേൻ്റെ അകത്ത് നമ്മൾ 30 മുട്ട വെക്കാൻ പറ്റുന്ന ഇൻക്യുബേറ്റർ ആട്ടോ. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ടൊന്നല്ല പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാട്ടോ പറയുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ നീളത്തിനാട്ടോ നമ്മൾ കോഴിമുട്ട വെച്ചു കൊടുക്കുന്നത്. നമ്മൾ ട്രേയിൽ കോഴിമുട്ടയൊക്കെ അടുക്കി വെച്ചതിന് ശേഷം നമ്മളിവിടെ ഒരു പിന്നുണ്ട്, മെയിലും ഫീമെയിലും എന്നിട്ടൊരു പിന്ന്. അത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ കോഴിമുട്ട റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും കേട്ടോ. നമ്മൾ ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതമായിരിക്കും, പക്ഷെ അടിപൊളിയാട്ടോ.
അപ്പോൾ നമുക്ക് ഇതേപോലെ ചെറിയൊരു ഇൻക്യുബേറ്റർ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ നല്ല ഒരു എന്താ പറയുക ഒരു ചെറിയൊരു വരുമാനമൊക്കെ ഉണ്ടാക്കാനൊരു നല്ലൊരു മാർഗം കൂടിയാട്ടോ. ഈ ഒരു ചെറിയൊരു ഇൻക്യുബേറ്ററിന് ഒരുപാട് എമൗണ്ടും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങാവുന്ന എമൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരുപാട് കോഴിമുട്ടയൊന്നും വെക്കാൻ പറ്റുന്നതല്ലല്ലോ, 30 കോഴിമുട്ടല്ലേ, അപ്പോൾ ഒരുപാടൊന്നുമില്ല. പിന്നെ സൗകര്യങ്ങളൊക്കെ കുറവുള്ളവർക്കാണെങ്കിൽ അങ്ങനെയുള്ള കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാനും അതേപോലെ കൂടും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഒരു പരിചയം വേണമല്ലോ. അപ്പൊ അതിന് നമുക്ക് ഈ ഒരു ചെറിയ ഇൻക്യുബേറ്ററിന് ധാരാളം കേട്ടോ. അപ്പൊ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഇതിന്റെ നമ്മൾ കാണാത്തവരാണെങ്കിൽ ഇതിന്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നമ്മൾ ഫീമെയിലും പിന്നും കുത്തി നമ്മൾ കോഴിമുട്ട റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തുറക്കാം. 4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. 3 ദിവസം കഴിഞ്ഞ് 4 ദിവസം നമുക്ക് തുറന്നിട്ട് നമുക്ക് ആ ഒരു ട്രേയിൽ വെള്ളം ഉണ്ടോ കുറഞ്ഞോ എന്നൊക്കെ നോക്കിയിട്ട്, നമുക്ക് വെള്ളം കുറവാണെങ്കിൽ നമുക്ക് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാം. പിന്നെ നമ്മൾ കോഴിമുട്ടയ്ക്ക് വിരിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു ട്രേ എടുത്ത് മാറ്റാം കേട്ടോ. എടുത്ത് മാറ്റി നമുക്ക് ക്ലീൻ ചെയ്ത് വെക്കാം. നമ്മൾ അടുത്ത സെക്ഷൻ കോഴിമുട്ട വെക്കുമ്പോൾ നമ്മൾ ഇൻക്യുബേറ്റർ ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്ത സെക്ഷൻ കോഴിമുട്ട വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയും ദിവസം അവർ കിടന്നതും അതുപോലെ കുഞ്ഞ് വിരിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആകെ നാശാവും. അപ്പൊ പിന്നെ തെർമോക്കോളൊക്കെ ആകുമ്പോൾ നമുക്ക് കഴുകാം, നമ്മൾ വെള്ളമൊന്നും നനയാതെ നമുക്കത് കഴുകി ഉപയോഗിക്കാം. അപ്പോൾ അത് നമുക്ക് ട്രേ നമ്മൾ ശ്രദ്ധിച്ച് അതിൽ നിന്ന് ഊരിയെടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ സോപ്പൊക്കെ ഇട്ട് കഴുകാം. ഞാൻ സോപ്പിട്ടൊക്കെ കഴുകാറുണ്ട്. അപ്പൊ അങ്ങനെ കഴുകി നമുക്ക് പിന്നെയും നമുക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാതെ നമ്മൾ അടുത്ത കോഴിമുട്ട വെക്കരുത് കേട്ടോ. പിന്നെ അതിന്റെ കോഴിമുട്ടന്റെ ഷെല്ലിന്റെ ആ ഒരു തോലും അതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ചെറിയൊരു ഇൻക്യുബേറ്ററിന്റെ ചെറിയ വിശേഷം കേട്ടോ. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കോഴിമുട്ട വെക്കുമ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഒരു സെപ്പറേറ്റ് ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പൊ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ നമ്മൾ അറിയേണ്ടതുള്ളൂ കേട്ടോ. വേറെ സിമ്പിളാണ്. പിന്നെ നമ്മൾ ഈ കുഞ്ഞ് വിരിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം അതിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് ബ്രൂഡർ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കുഞ്ഞിനെ അങ്ങനെ മാറ്റാം കേട്ടോ. നമുക്ക് ബ്രൂഡർ സെറ്റ് ചെയ്താൽ മാത്രം മതി, നമുക്ക് തള്ളക്കോയിന്റെ അടുത്ത് വെക്കണം എന്നൊന്നുമില്ല, ഒരാവശ്യമില്ല. നമുക്ക് അവർക്ക് ആവശ്യമുള്ള ഒരു ചൂട് മാത്രം കിട്ടിയാൽ മതി. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഇൻക്യുബേറ്ററിന്റെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കൂടി ഞാൻ ഇപ്പൊ ചെയ്യാൻ നിന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ എന്തായാലും നമ്മൾ പറയുമ്പോൾ റിപ്പീറ്റ് ആയിട്ട് എന്തായാലും കാര്യങ്ങൾ വരികയാണെങ്കിൽ അതും കൂടി നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ.